ज्योति बिंदु परमात्मा से है मेरी आत्मा, अब चल कर ले मिलन। परमानंद का अनुभव कर, ओ परमानंद का अनुभव कर, तू धन्य बना जीवन। ज्योति बिंदु परमात्मा से है मेरी आत्मा, अब चल कर ले मिलन। अब चल कर ले मिलन, अब चल कर ले मिलन। प्रभु की प्राप्ति का मूल मंत्र है संपूर्ण समर्पण। है आत्मा चल प्रभु को सौंप दे, तू सारा जीवन। ओ देख प्रभु तेरे निकट विराजे, ओ देख प्रभु तेरे निकट विराजे, कर ले अभिवादन। ज्योति बिंदु परमात्मा से है मेरी आत्मा, अब चल कर ले मिलन। अब चल कर ले मिलन, अब चल कर ले मिलन। ज्योति बिंदु के प्रेम सिंधु में चल आज नहा ले। परम पिता का प्रेम पात्र बनकर तू शुभ वर पाले। ओ किरण किरण को निरख नयन से, ओ किरण किरण को निरख नयन से, हो जा मन में मगन। ज्योति बिंदु
सभी रेडी? सब संकल्प मर्ज कर दो। अभी पाँच मिनट में मन की एक्सरसाइज। अपने अनादि स्वरूप याद करो। ब्रह्मांड रूप याद करो। फरिश्ता रूप याद करो।
नाम से देवता। पाँच मिनट में पाँच की एक्सरसाइज करो। वैसे ये मन की ड्रिल
पर कुछ कहते हैं बाबा इन नैनों में समाए हुए रहते हैं। ओम शांति। ശുഭാവൊക്കെ യാദ് ഹെ? മുരളി ഡേറ്റ് 15/3/2022. ബാബയുടെ ഇന്നത്തെ മഹാവാക്യം വിശേഷമായും ലൗകിക അച്ഛനും പാരലൗകിക അച്ഛനും തമ്മിലുള്ള അന്തരം, അതുപോലെ ലൗകിക വിദ്യയും അലൗകിക വിദ്യയും തമ്മിലുള്ള അന്തരത്തെ കുറിച്ചാണ് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാം ബാബയുടെ മഹാവാക്യം വളരെ ശ്രദ്ധയോടുകൂടി. മുരളി സാരത്തിൽ ബാബു പറയുന്നു, മീഠേ ബच्चे तुम्हें ऐसा बाप मिला है जो बाप टीचर सदगुरु तीनों ही एक है, इसलिए अब भटकना छोड़ सच्ची सच्ची कमाई में लग जाओ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അച്ഛനാണ് ലഭിച്ചിരിക്കുന്നത്. ആരാണോ അച്ഛനും ടീച്ചറും സദ്ഗുരും 3 രൂപത്തിലും ഒന്നായി ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അലച്ചിലെല്ലാം ഉപേക്ഷിച്ച് സത്യസത്യമായ സമ്പാദ്യത്തിൽ മുഴുകുക. ഇപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ബാബയെ അഥവാ അച്ഛനെയാണ് ലഭിച്ചിരിക്കുന്നത്. ആരാണോ അച്ഛനും ടീച്ചറും സദ്ഗുരും 3ഉം ഒരാളിൽ തന്നെ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ അലച്ചലുകളും ഉപേക്ഷിച്ച് സത്യസത്യമായ സമ്പാദ്യത്തിൽ മുഴുകിയിരിക്കുക. പ്രശ്ന, नई दुनिया में राज्य करने के लायक कौन बनते हैं? പുതിയ ലോകത്ത് രാജ്യം ഭരിക്കുവാൻ ആരാണ് യോഗ്യരാവുക? പുതിയ ലോകത്ത് രാജ്യം ഭരിക്കുവാൻ ആരാണ് യോഗ്യരാവുക? उत्तर, जो अभी सर्वशक्तिवान बाप से सर्वशक्तियां प्राप्त करते हैं. ആരാണോ ഇപ്പോൾ സർവശക്തിവാനായ ബാബയിൽ നിന്നും സർവശക്തികളും പ്രാപിച്ചിരിക്കുന്നത് അഥവാ പ്രാപ്തമാക്കിയിരിക്കുന്നത്? ആരാണോ ഇപ്പോൾ സർവശക്തിവാനായ ബാബയിൽ നിന്നും സർവശക്തികളും പ്രാപിച്ചിരിക്കുന്നത്? तुम बच्चे रूहानी वॉरियर्स हो, बाप की मत पर अपनी राजधानी स्थापन कर रहे हो. നിങ്ങൾ കുട്ടികൾ റുഹാനി വാരിയേഴ്സ് ആണ്, ആത്മീയ സൈനികരാണ്. ബാബയുടെ മതത്തിലൂടെയാണ് തന്റെ രാജധാനിയെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബയുടെ മതത്തിലൂടെയാണ് തന്റെ രാജധാനിയെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. बाप तुम्हें श्रीमत देते कि योग बल से तुम विजय प्राप्त करो. ബാബ നിങ്ങൾക്ക് ശ്രീമതം നൽകുകയാണ്. ബാബ നിങ്ങൾക്ക് ശ്രീമതം നൽകുകയാണ്. അതായത് യോഗബലത്തിൽ കൂടിയാണ് നിങ്ങൾ വിജയം പ്രാപിക്കേണ്ടത്. യോഗബലത്തിൽ കൂടിയാണ് നിങ്ങൾ വിജയം പ്രാപിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, किन बच्चों के हर कदम में कमाई जमा होती है? ഏതോ കുട്ടികളുടെ ഓരോ കാൽവെപ്പിലും സമ്പാദ്യം ശേഖരിക്കപ്പെടുക? ഏത് കുട്ടികളുടെ ഓരോ കാൽവെപ്പിലും സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നത്? उत्तर, जो हर कर्म श्रीमत पर करते उनके हर कदम में कमाई ही कमाई है. ആരാണോ ഓരോ കർമ്മവും ശ്രീമതപ്രകാരം ചെയ്യുന്നത്
ആരാണോ ഓരോ കർമ്മവും ശ്രീമതപ്രകാരം ചെയ്യുന്നത് അവരുടെ ഓരോ ചുവടിലും സമ്പാദ്യം തന്നെ സമ്പാദ്യമാണ്. അവരുടെ ഓരോ ചുവടിലും സമ്പാദ്യം തന്നെ സമ്പാദ്യമാണ്. യാദ് മേ രഹന ഭി കമായി, സർവീസ് കർണ ഭി കമായി, യജ്ഞസേവ കർണ ഭി കമായി. ഓർമ്മയിലിരിക്കുന്നതിലും സമ്പാദ്യമുണ്ട്, ഓർമ്മയിലിരിക്കുന്നതിലും സമ്പാദ്യമുണ്ട്. സർവീസ് ചെയ്യുന്നതിലും സമ്പാദ്യമുണ്ട്, സർവീസ് ചെയ്യുന്നതിലും സമ്പാദ്യമുണ്ട്. യജ്ഞസേവനം ചെയ്യുന്നതിലും സമ്പാദ്യമുണ്ട്. സർവീസും യജ്ഞസേവ്യം രണ്ടും രണ്ടാണ്. യജ്ഞസേവനം ചെയ്യുന്നതിലും സമ്പാദ്യമുണ്ട്. സർവീസ് എന്ന് പറയുമ്പോൾ പുറമെ ജ്ഞാനം കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് ബാബയുടെ സന്ദേശം കൊടുക്കുന്നത്, അത്തരത്തിലുള്ള സേവനം. യജ്ഞസേവ എന്ന് പറയുമ്പോൾ സെന്ററിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എല്ലാ കാര്യത്തിന്റെ സേവനവും ചെയ്യുക എന്നുള്ളത്. ഗീതം. ഓം നമ ശിവായ. ओम नमः शिवाय. ओम शांति. अभी तुम बच्चों को ये मालूम हुआ कि एक होता है लौकिक बाप और दूसरा होता है पारलौकिक बाप. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായിരിക്കുന്നു, ഒന്ന് ലൗകികച്ഛനും മറ്റൊന്ന് പാരലൗകികച്ഛനും. जब कोई भी दुख होता तो पारलौकिक माता पिता को याद किया जाता. ബാബ പറയുന്നു, സാധാരണ എപ്പോഴാണോ ദുഃഖം ഉണ്ടാകുന്നത് അപ്പോൾ പാരലൗകിക മാതാപിതാവിനെയാണ് എല്ലാവരും ഓർക്കുക. कोई सिर्फ परमात्मा को याद करते, कोई कहते तुम माता पिता. चाहे कोई माता को याद करे या ना करे, लेकिन जब गॉड फादर कहते तो माता जरूर है ही है. ഇപ്പൊ ബാബ പറയുന്നു, ചില കുട്ടികള്, അതായത് ഭക്തര്, ചിലര് പരമാത്മ എന്ന് പറഞ്ഞ് ഓർമ്മിക്കാറുണ്ട്. ചിലർ പറയും അങ്ങ് തന്നെയാണ് മാതാപിതാ എന്ന്. ചിലർ മാതാവിനെ ഓർമ്മിക്കണമെന്നില്ല. എന്നിരുന്നാലും ഗോഡ് ഫാദർ എന്ന് വിളിക്കുമ്പോൾ അതിൽ മാതാവും അടങ്ങിയിരിക്കുന്നു. ബച്ചേ മാതാ ബിഗർ തോ പൈദാ ഹോ ഭി നഹീ സക്താ ന. പരമാത്മ അതോ പരംപിത ഗോഡ് ഫാദർ എന്ന് പറയുമ്പോൾ, അച്ഛൻ എന്ന് പറയുമ്പോൾ അവിടെ ഉറപ്പാണ് അമ്മയും ഉണ്ട് എന്നുള്ളത്. കാരണം അമ്മയില്ലാതെ ഒരിക്കലും മക്കൾക്ക് ജന്മം നൽകാൻ കഴിയില്ല. तो पारलौकिक माता पिता है जिनको याद किया जाता. അതുകൊണ്ട് ഭക്തി മാർഗത്തിലാണെങ്കിലും പാരലൗകിക മാതാപിതാവുണ്ട്. മാതാപിതാവിനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ജറൂർ വോ കുച്ച് സുഖ് ദേക്കർ ഗയി. എന്തുകൊണ്ട് ഓർമ്മിക്കുന്നു? തീർച്ചയായിട്ടും അവർ സുഖം നൽകി പോയവരാണ്. याद आता है भारत सुखधाम था, स्वर्ग था. लौकिक माँ बाप से दुख मिलता है, तब तो पारलौकिक को याद किया जाता. അതായത് ഓർമ്മ വരുന്നുണ്ട്, ഭാരതം സുഖധാമമായിരുന്നു എന്നും സ്വർഗമായിരുന്നു എന്നും. ലൗകിക മാതാപിതാവിലൂടെ ദുഃഖം ലഭിക്കുമ്പോഴാണ് പാരലൗകിക അച്ഛനെ ഓർമ്മിക്കുന്നത്. ക്യോങ്കി ഉൻസെ ബഹുത് സുഖ് മിൽത്താ. കാരണം പാരലൗകിക അച്ഛനിൽ നിന്നാണ് അപാര സുഖം ലഭിക്കുന്നത്. നരക മേ ഹേ തബ് യാദ് കർത്തേ ഹേ कि फिर से स्वर्ग में जाकर सुख घनेरे पावे. അതായത് നരകത്തിലാകുമ്പോഴാണ് എല്ലാവരും ഈശ്വരനെ ഓർമ്മിക്കുന്നത്, സ്വർഗത്തിൽ പോയി അപാര സുഖം നേടണമെന്ന്. ഗുരു ലോഗ് തോ കേത്തെ യജ്ഞ തപ് ഭക്തി ആദി കരോ. ബാബ തോ ഐസെ മത് നഹീ ദേത്തെ. ഗുരുക്കന്മാരാണെങ്കിൽ പറയും യജ്ഞ തപ ഭക്തികളൊക്കെ ചെയ്യണമെന്ന്. എന്നാൽ ശിവബാബ അത്തരത്തിൽ ഒരിക്കലും ഡയറക്ഷൻ നൽകാറില്ല. लौकिक बाप तो कहेंगे पढ़ने के लिए टीचर के पास जाओ. फिर वानप्रस्थ अवस्था होगी तो कहेंगे गुरु के पास जाओ. ലൗകിക അച്ഛൻ പറയാറുണ്ട് പഠിക്കണമെങ്കിൽ ടീച്ചറിന്റെ അരികിൽ പോകൂ. വാനപ്രസ്ഥമായി കഴിഞ്ഞാൽ, വാനപ്രസ്ഥ അവസ്ഥയിൽ എത്തുമ്പോൾ ഗുരുവിന്റെ അരികിൽ പോകും എന്നാണ് പറയുന്നത്. ഓം ശാന്തി.
शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। बाबा तो तुमको ऐसे नहीं कहते। देखो ലൗകിക പാരലൗകിക് में कितना फर्क है। ഇവിടെ ശിവബാബ അതുപോലും പറയാറില്ല. പഠിക്കാൻ ടീച്ചറിന്റെ അടുത്ത് പോ, വാനപ്രസ്ഥ ആയാലും നിങ്ങൾ ഗുരുവിന്റെ അടുത്ത് പോ, ഇതുപോലും ബാബ പറയാറില്ല. അതുകൊണ്ട് തന്നെ ശിവബാബ പറയാണ് ലൗകിക അച്ഛനും പാരലൗകിക അച്ഛനും തമ്മിൽ എത്ര അന്തരമുണ്ട്. वो कितना भटकाते। ये तो कहते मैं तुम्हारा बाप भी हूँ, टीचर भी हूँ, गुरु भी हूँ, तो फिर तुमको भटकाऊंगा कैसे? അതായത് ബാപ്പന് എത്രമാത്രം അലച്ചലുകളാണ് ലൗകികത്തില്. ഇവിടെയാണെങ്കിലോ ശിവബാബ പറയാണ്, കുട്ടികളെ ഞാൻ നിങ്ങളുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് നിങ്ങളെ അലയിപ്പിക്കാൻ കഴിയുക? ഏതോ തീനോ ഹി ഖുദ് ഹെ. ഇവിടെ ശിവബാബ തന്നെയാണ് നമ്മുടെ അച്ഛനും ടീച്ചറും സദ്ഗുരു, മൂന്നും ഒരാളിൽ തന്നെയാണ്. इसलिए इनको सब याद करते. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആ ഒരു പാരലൗകിക അച്ഛനെ ഓർമ്മിക്കുന്നത്. मनुष्य तो भक्ति मार्ग में बहुत धक्के खाते, ज्ञान मार्ग में धक्के खाने की बात नहीं है. ലോകത്തിൽ മനുഷ്യര് ഭക്തിമാർഗത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. എന്നാൽ ജ്ഞാനമാർഗത്തിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട കാര്യമില്ല. ഉന്തും തള്ളും തിക്കും തിരക്കും അല്ലെ, എന്തെല്ലാം കാര്യങ്ങളാണ്. ये भक्ति और ज्ञान दुख और सुख का खेल बना हुआ. അതുകൊണ്ട് ബാബ പറഞ്ഞ ഈ നാടകം എന്ന് പറയുന്നത് ഭക്തിയും ജ്ഞാനത്തിന്റെയും സുഖദുഃഖത്തിന്റെ ഒരു കളിയാണ്.
जो बच्चों को समझाते हैं. അപ്പൊ ഈ കളിയെ കുറിച്ച് ബാബ മക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. हद का टीचर हद की पढ़ाई पढ़ाते और बेहद का बाप बेहद का टीचर तुमको बेहद की पढ़ाई पढ़ाता हूँ. ലൗകിക ശിക്ഷകൻ നിങ്ങൾ കുട്ടികൾക്ക് ലൗകികമായ അതോ പരിമിതിയുള്ള പഠിപ്പാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ പരിധിയില്ലാത്ത ശിക്ഷകൻ നിങ്ങൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത പഠിപ്പാണ് പഠിപ്പിക്കുന്നത്. तुम जानते हो यह के मृत्यु लोग वो जो पढ़ाई पढ़ाते पुरानी दुनिया के लिए और हम जो कुछ पढ़ते हैं नई दुनिया के लिए. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് മൃത്യു ലോകമാണ്. ലൗകികത്തിൽ അവരെന്താണോ വിദ്യ പഠിക്കുന്നത് അത് ഈ പഴയ ലോകത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ കുട്ടികൾ എന്താണോ പഠിക്കുന്നത് അത് പുതിയ ലോകത്തേക്കുള്ളതാണ്. ये दुनिया दिन प्रतिदिन पुरानी होती जाती, इसमें सुख कभी नहीं मिलना ही नहीं. ബാബ പറഞ്ഞു തരുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഓരോ ദിനം പഴയതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബാബ പറയുന്നു ഒട്ടും തന്നെ സുഖം ലഭിക്കാൻ സാധിക്കില്ല. സുഖ ദുഃഖ കേൽ കൈസെ ബനാ ഹുവാ യേ ബാപ് കി സമझाते हैं. അപ്പോൾ സുഖവും പിന്നീട് ദുഃഖം ഈ കളി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ബാബ മനസ്സിലാക്കി തരുന്നു. बाप आत्मा से बात करते कि बच्चे तुम ही सुख में थे, फिर जब रावण की प्रवेशता होती है तब धीरे धीरे दुख शुरू होता. അതായത് ബാബ മനസ്സിലാക്കി തരാണ്. ബാബ ആത്മാക്കളോടാണ് പറഞ്ഞു തരുന്നത്. അതായത് കുട്ടികളെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളാണ് സുഖം അനുഭവിച്ചത്. അതായത് സത്യുഗത്രേതായുഗത്തില്. പിന്നെ എപ്പോഴാണോ രാവണന്റെ പ്രവേശത ഉണ്ടായത് പതുക്കെ പതുക്കെ ദുഃഖം അനുഭവിക്കാൻ തുടങ്ങി. फिर कल्प के संगम पर आकर तुमको सुख में ले जाता हूँ. ബാബ പറയുന്ന ദ്വാപരയുഗം മുതൽ ദുഃഖത്തിലേക്ക് ആണ്ട് ബാബ പറഞ്ഞ കലിയുഗം വരെ എത്തി. ഇപ്പോൾ ഈ സംഗമയുഗത്തിൽ ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികൾക്ക് വീണ്ടും സുഖം നൽകാൻ അഥവാ സുഖം ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ. അഭി തുമാരി ബുദ്ധി കാ താല ഖുലാ ഹുവാ ഹൈ. ബാബ പറയുന്നു ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെട്ടിരിക്കുകയാണ്. जो तुम जानते हो ये सब बातें यथार्थ ये बाप के सिवाय. അതായത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ എല്ലാ കാര്യങ്ങളും ബാബ മനസ്സിലാക്കി തന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥമാണ്. അതും ബാബയ്ക്കല്ലാതെ മറ്റാരും തന്നെ ഈ ജ്ഞാനം കേൾപ്പിക്കാനും സാധിക്കുകയില്ല. बाबा ही आकर तुम बच्चों को सुख देता है. अभी तुम जानते हो आत्मा अविनाशी है. അപ്പോൾ ബാബ തന്നെ വന്ന് നിങ്ങൾ കുട്ടികൾക്ക് സുഖം നൽകുകയാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ആത്മാക്കൾ അവിനാശിയാണ്. ये शरीर तो बदलना पड़ता है. ആത്മാ അവിനാശിയാണ്. പക്ഷെ ഈ ശരീരത്തെ നാം മാറി മാറി വരുന്നു. പരമാത്മാ ഭി പരം ആത്മാ ഹി ഉൻകാ നാം ശിവ് ഹെ. പരമാത്മാവും കൂടി പരമമായിരിക്കുന്ന ആത്മാവാണ്. അവരുടെ നാമം തന്നെ ശിവൻ എന്നാണ്. जो सभी मनुष्य मात्र है उनका रचयिता है. അപ്പൊ പരമാത്മാവ് ആരാണ്? ഈ ലോകത്തിൽ എത്ര മനുഷ്യാത്മാക്കളുണ്ടോ അവരുടെ രചയിതാവാണ്. യഹാ സബ് കെ ഹദ് കെ ക്രിയേറ്റർ. ബാബ പറയണ ഇവിടെ എല്ലാവരും തന്നെ പരിമിതിയുള്ള ക്രിയേറ്റേഴ്സ് ആണ്, പരിധിയുള്ള രചയിതാക്കളാണ്. ബാബ ഹേ ബേഹദ് കാ ക്രിയേറ്റർ. എന്നാൽ ബാബ ആരാണ്? പരിധിയില്ലാത്ത രചയിതാവാണ്. सत्युग से लेकर कलयुग तक तुमको जो बाप मिले वो है हद के. സത്യുഗം മുതൽ കലിയുഗം വരെയും നിങ്ങൾക്ക് എത്ര അച്ഛന്മാരാണോ ലഭിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ ലൗകിക അച്ഛനാണ്. सत्युग में तुम्हारी प्रारब्ध है वहां तुमको एक बाप और एक बच्चा मिलता. അപ്പൊ ബാബിന് സത്യുഗത്തിൽ നിങ്ങൾ പ്രാരബ്ധമാണ് അനുഭവിക്കുന്നത്. ഇവിടെ ബാബ പറഞ്ഞു തരാണ് സത്യുഗത്തില് നിങ്ങൾക്ക് ഒരു അച്ഛനും ഒരു കുട്ടിയും ഉണ്ടാകും. കലിയുഗമേ ഏക് ബാപ്പോ 8-10 ബच्चे होंगे. കലിയുഗത്തിൽ നിങ്ങൾക്ക് അതായത് ബാപ്പറിന് ഒരു അച്ഛന് 8-10 മക്കളും ഉണ്ടാകും. പ്രജാപിത ബ്രഹ്മാക്കോ ദേക്കോ കിത്തനെ ഢേർ ബच्चे हैं. എന്നാൽ സംഗമയുഗത്തിൽ നോക്കൂ പ്രജാപിത ബ്രഹ്മാവിന്
എത്രയധികം മക്കളാണുള്ളത്? പരന്തു വോഹി മുഖവംശാവലി. എന്നാൽ അതൊക്കെ എന്താണ്? മുഖവംശാവലിയാണ്. സംഗമയുഗത്തിലെ ബ്രാഹ്മണര് മുഖവംശാവലികളാണ്. അവര് BK എന്നാണ് വിളിക്കപ്പെടുന്നത്. അവർ തന്നെയാണ് സത്യുഗത്തിൽ ദേവതയായി മാറുന്നതും. നയി ബാത്തെ ബാബ് ബച്ചോങ്കെ ആകെ ഹി ബോൾത്തെ. അപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ ബാബ തന്റെ മക്കളുടെ മുമ്പാകെയാണ് പറയുന്നത്. ബൽ ഗർമേ രഹത്തെ ബി തും യേ നയി ശിക്ഷ പ്രാപ്ത് കറോ. അതായത് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഈ പുതിയ അറിവുകളൊക്കെ നേടണം, പുതിയ പഠിപ്പ് അഥവാ ശിക്ഷണം നേടണം. യേ ഭഗവാൻ കി പാഠശാല ഹെ. ഇത് ഭഗവാന്റെ പാഠശാലയാണ്. യഹ് ശ്രീമദ് ഭഗവത് ഗീത പാഠശാല അഥവാ ജ്ഞാൻ കെ ഗീത ജോ തും ഹി സുൻതേ ഹോ. അതായത് ഇത് ശ്രീമദ് മാർക്സ്, ഇത് ശ്രീമദ് ഭാഗവത് ഗീത പാഠശാലയാണ് അഥവാ ജ്ഞാനത്തിന്റെ ഗീതമാണ്. ഇപ്പോഴാണ് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജ്ഞാൻ സാഗർ ബാപ്കി ആക്ക് തുമക്കോ ജ്ഞാൻ ജ്ഞാനേശ്വരി ബനാത്തെ. അപ്പൊ ജ്ഞാനസാഗരനായ ബാബ വന്ന് നമ്മൾ കുട്ടികളെ ജ്ഞാനേശ്വരിയാക്കി മാറ്റുന്നു. മമ്മാക്കോ കെഹെങ്കെ ജ്ഞാൻ ജ്ഞാനേശ്വരി. ഹ്യൂമാനിറ്റി കാ സിജറ ശുരു ഹോത്താ. അതായത് മമ്മയെ വിളിക്കുന്നതാണ് ജ്ഞാനേശ്വരി എന്ന്. അപ്പോ മാനവ കുലത്തിന്റെ ആ ഒരു വംശത്തിന്റെ ആരംഭം എവിടെയാണ്? അതായത് സംഗമയുഗത്തില്. പെഹലെ ഹേ പ്രജാപിത ബ്രഹ്മ ഫിർ ഹേ ജഗദംബ. അപ്പൊ പ്രജാപിത ബ്രഹ്മാവാണ് ആദ്യം രചിക്കപ്പെടുന്നത്. അവരിലൂടെ പിന്നീട് ജഗദംബ. പെഹലെ ബ്രാഹ്മൺ രചിത്തെ ഫിർ ഹേ ദേവത. അപ്പൊ ആദ്യത്തെ രചന, സൃഷ്ടിയിൽ ആദ്യത്തെ രചന സംഭവിക്കുന്നത് ആരുടെയാണ്? ബ്രാഹ്മണരുടെ. അത് കഴിഞ്ഞ് സൃഷ്ടി കറങ്ങും സത്യുഗത്തില്, അവിടെ ദേവതകള്. അത് കഴിഞ്ഞ് ക്ഷത്രിയ വൈശ്യ ശൂദ്രരാകും. ജഗദംബ കബി ബഡ മർത്തബ ഹെ. അതുകൊണ്ട് ബാബ പറഞ്ഞ ഈ കാലചക്രത്തില് അതോ മാനവ സൃഷ്ടി വൃക്ഷത്തില് വലിയൊരു പദവി ആർക്കുണ്ട്? ജഗദംബയ്ക്കുമുണ്ട്. പരന്തു ഉൻകോ കോയി ജാനത്തെ ഹി നഹി. അല്ലെ? എന്നാൽ അവരെ കുറിച്ച് ആരും അറിയുന്നില്ല. ആദി പുരുഷൻ ബ്രഹ്മാവാണെങ്കില് ആദി ദേവി ആരാണ്? അത് ജഗദംബയാണ്. പക്ഷെ ബാപ്പണ് ഇതിനെ കുറിച്ച് ആരും അറിയുന്നില്ല. ഡേറോ കെ ഡേർ ദേവിയോ കെ ചിത്ര ബനാ ദിയെ. വാസ്തവമേ 8-10 ഭുജാ വാലെ കോയി മനുഷ്യ ഹോത്തെ ഹി നഹി. ബാപ്പൻ എത്രയധികം ദേവികളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ബാബ പറഞ്ഞ 8-10 കൈകളുള്ള മനുഷ്യരൊന്നും ഉണ്ടാകുന്നില്ല, അതായത് ദേവതകൾ ഉണ്ടാകുന്നില്ല. വിഷ്ണു കോ 4 ഭുജായെ ദിക്കാത്തെ പരന്തു 4 ടാങ്കെ നഹി ദിക്കാത്തെ ന. ബാബ പറഞ്ഞു തരണ നോക്കൂ, വിഷ്ണുവിന്റെ ചിത്രത്തില് 4 ഭുജം ഉണ്ട്, ചതുർഭുജധാരിയായി കാണിച്ചിരിക്കുന്നു. എന്നാൽ ഒരിക്കലും 4 കാലുകളായിട്ട് കാണിച്ചിട്ടില്ല. ये सब ही गुड़ियों का खेल. कलकत्ते में बहुत देवियां बनाते, बहुत खर्चा करते हैं. അതായത് ബാപ്പൻ ഇതൊക്കെ ഒരു ബൊമ്മക്കളിയാണ്. അതുകൊണ്ട് ബാബ പറയുന്ന പാവകൾ കൊണ്ടുള്ള കളി. കൽക്കത്തയിലാണെങ്കിലോ അത്രയധികം ദേവികളുടെ രൂപങ്ങൾ ഉണ്ടാക്കും, അതായത് അതിന്റെ കോലം ഉണ്ടാക്കും. എന്നിട്ടോ ബാപ്പൻ എത്രമാത്രം അതിനു വേണ്ടി ചെലവാക്കും. കിലാക്ക പിലാക്ക ഫിർ ജാക്ക ഡുബോത്തെ. ഭക്തി മാർഗ്. എത്രയോ ദിവസം അതിന്റെ ആ വിഗ്രഹ പൂജയ്ക്കും അത് കഴിഞ്ഞിട്ട് അവരെ നല്ല രീതിയിൽ അലങ്കരിക്കും. നല്ല പൈസ ചെലവാക്കി നല്ല രീതിയിൽ തന്നെ അതിനെ അലങ്കരിക്കുകയും ചെയ്യും, നൈവേദ്യം സമർപ്പിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. അതിനുശേഷം കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കും. അപ്പൊ ബാബ പറയണ ഇതാണ് ഭക്തി മാർഗം. തും ജാനത്തെ ഹോ ഹംസോ ദേവി ദേവതാ തെ, ഫിർ അസുർ ബനെ, ഫിർ ബാപ് ആകർസോ ദേവി ദേവതാ ബനാത്തെ. കൽക്കത്തയിലുള്ളവർക്ക് പ്രത്യേക ഭാവനയാണ് ദേവീ ദേവന്മാരോട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം മധുബനത്തില് ജനുവരി 18-ന് കൽക്കത്തയിലുള്ളവരുടെ സേവയാണ് പൂക്കൾ കൊണ്ട് മുഴുവൻ മധുബനത്തിലെ 4 ധാമങ്ങളിലും, അതായത് പാണ്ഡവ ഭവനാകട്ടെ, ജ്ഞാനസരോവരാകട്ടെ, അതുപോലെ ശാന്തി ധാവനാകട്ടെ, ഗ്ലോബൽ മൊത്തത്തിൽ അവരെന്ത് ചെയ്യും? പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. അപ്പൊ പിന്നെ ഭക്തിമാർഗത്തിനെ കുറിച്ച് പറയണം. അതുകൊണ്ട് ബാബ പറയുന്നതെല്ലാം ബൊമ്മക്കളിയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, നമ്മൾ തന്നെ ദേവന്മാരായിരുന്നു, പിന്നീട് നമ്മൾ തന്നെ അസുരന്മാരാകും. അപ്പോഴാണ് ബാബ വന്ന് വീണ്ടും നമ്മൾ കുട്ടികളെ ദേവതകളാക്കി മാറ്റുന്നത്.
ഇപ്പോൾ ബാബ പറയണ ഇത് ഭ്രഷ്ടാചാരത്തിന്റെ ലോകമായിരിക്കാണ്. സർക്കാരും കൂടി പറയാറുണ്ട്, പരന്തു സീതാ പൂച്ചോ തും പറ്റീത്തോ തോ മാനെങ്കെ നഹി. ബാപ്പനെ നേരിട്ട് ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കാൻ പോയി നിങ്ങൾ പതീതരല്ലേ ഭ്രഷ്ടാചാരികൾ എന്ന് പറയാൻ പോയാല് ബാബ പറഞ്ഞു തരണം, അവരൊരിക്കലും അത് അംഗീകരിക്കില്ല. तो तुम पति पावन को बुलाते हो, सब बुलाते हैं, यथा राजा रानी तथा प्रजा. ഇപ്പൊ ബാപ്പറിനെ നിങ്ങൾ പതീത പാവന വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ലേ? അപ്പൊ ഈ സമയത്ത് എല്ലാവരും ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഏതുപോലെ രാജാറാണി അതുപോലെ പ്രജകളും. സന്യാസി പവിത്ര ബന്തി എബി ഡ്രാമ മേ നോന്തെ. ഇനി ബാബയുടെ സന്യാസി ധർമ്മം, അവര് പവിത്രരായിരിക്കുന്നു. ബാബ പറഞ്ഞ ഇതൊക്കെ ഡ്രാമയില് ഫിക്സ് ആണ്. भारत जैसा पवित्र खंड कोई होता ही नहीं, इसलिए उनको कहा जाता है सच खंड, फिर वही झूठ खंड बनता है. അപ്പൊ ഭാരതത്തെ പോലെ പവിത്രമായ ഭൂഖണ്ഡം മറ്റൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയപ്പെടുന്നത് ഭാരതം സത്യഭൂഖണ്ഡമാണ്. അത് തന്നെ പിന്നീട് എന്തായി മാറുന്നു? അസത്യ ഭൂഖണ്ഡമായി മാറും. ഭാരത് കോ പാവൻ ബനാനെ ബാബ് ഭാരത് മേ ഹി ആത്തെ. വീണ്ടും ഭാരതത്തെ പാവനമാക്കുന്നതിന് വേണ്ടി ബാബ ഭാരതത്തിൽ തന്നെ വരുന്നു. ഭാരത് മേ ഹി ശുക അവതരൺ ഹോത്ത. അതുകൊണ്ട് ബാബയുടെ അവതരണം നടക്കുന്നത് എവിടെയാ? അതും ഭാരതത്തിൽ തന്നെ. സോമനാഥ് കാ മന്ദിർ കിത്തനാ ഭാരി ബനായ, ഭാരത് വാസിയോ നെ ഹി ബനായ. നോക്കൂ, ബാബ പറഞ്ഞ സോമനാഥ ക്ഷേത്രം എത്രമാത്രം ഐശ്വര്യത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിർമ്മിച്ചതാരാ? ഭാരതവാസികൾ തന്നെയല്ലേ. ജിസ്കോ ബാബാനെ ഇത്തന സൗകാർ ബനായ. എന്തുകൊണ്ടാണ് സോമനാഥ ക്ഷേത്രം അത്രയധികം ഐശ്വര്യത്തോടു കൂടി ഉണ്ടാക്കിയിരിക്കുന്നത്? അത്രയും സ്ട്രോങ് ആയിട്ട്, അതുപോലെ തന്നെ അത്രയധികം സമ്പദ്ഭരിതമായിട്ട് ഉണ്ടാക്കി. അപ്പൊ കാരണം എന്തുകൊണ്ടാണ്? ഈ സമയത്ത് ബാബ തന്നെയാണ് ഈ ഭാരതത്തെ സമ്പന്നമാക്കിയിരുന്നതും. ബാബ തോ യഹാ പതി ദുനിയ പതി ശരീർ മേ ആത്തി പാവൻ ബനാനെ. എന്നാൽ ബാബ വരുന്നത് എവിടെയാ? ഈ പതീത ലോകത്തിലെ പതീത ശരീരത്തിൽ വന്ന് നമ്മൾ കുട്ടികളെ മുഴുവൻ ലോകത്തെയും പാവനമാക്കുന്നു. ലേക്കിൻ കൈ ബच्चे पहचानते ही नहीं क्योंकि സാധാരണ. പക്ഷെ എന്നിരുന്നാലും ചില കുട്ടികൾ അച്ഛനെ തിരിച്ചറിയുന്നതേ ഇല്ല. കാരണം ബാബ വന്നിരിക്കുന്നത് എങ്ങനെയാ? സാധാരണ വേഷത്തിലാണ്, അല്ലെ? മറ്റുള്ള സ്വാമിമാര്, ഗുരുക്കന്മാര്, മഹാത്മാക്കളാകുമ്പോ അവരുടേതായിരിക്കുന്ന വേഷഭൂഷങ്ങളൊക്കെ അത്തരത്തിലായിരിക്കും. ഇവിടെയാണെങ്കിലോ ഒരു സാധാരണ രൂപത്തിൽ ബാബ വന്നിരിക്കുന്നു. फिर भक्ति मार्ग में तुम्हारे पास पैसे बहुत होते तो हीरे जौहरों के तुम मंदिर बनाते. ഭക്തി മാർഗത്തിലായിരുന്നപ്പോഴ് ബാബ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് അത്രയധികം സമ്പത്ത് ഉണ്ടായിരുന്നു, ധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാബയുടെ ക്ഷേത്രങ്ങളൊക്കെ വജ്രവൈഡൂര്യങ്ങൾ കൊണ്ടാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത്. സത്യുഗ്മേത്തോ അൻഗിനത് പൈസ ഹോത്തെ. ദ്വാപരയുഗത്തിൽ അത്ര സമ്പത്തുണ്ടായി. അപ്പൊ പിന്നെ സത്യുഗത്തിലോ? ബാബ പറയണ എണ്ണാവുന്നതിലധികം സമ്പത്തുണ്ടായിരുന്നു. വഹാ പൈസയ്ക്ക് ഗിൻതി നഹി ബേഷുമാർ ധൻ രഹത. ബാബ പറയണ അവിടെ ധനം ആരും എണ്ണാറുണ്ടായിരുന്നില്ല, അത്രയധികം സമ്പന്നത അവിടെ ഉണ്ടായിരുന്നു. तो बाप जिनको साहूकार बनाते वो कितना बड़ा यादगार बनाते. അപ്പൊ ബാബ ആരെയൊക്കെയാണോ അത്ര സമ്പന്നരാക്കി മാറ്റിയത് അവർ ദ്വാപരയുഗത്തിൽ എന്ത് ചെയ്യും? ബാബയുടെ ക്ഷേത്രവും അത്തരത്തിലുള്ള തന്നെ പണി, അത്രയും ശ്രേഷ്ഠമായ സ്മാരകം ഉണ്ടാക്കും. ജോ പെഹലെ ലക്ഷ്മി നാരായൺ തേ വഹി 84 ജൻ ഭോക്തേ. അപ്പൊ ആരാണോ ലക്ഷ്മി നാരായൺ ആയിരുന്നത് അവർ തന്നെ 84 ജന്മങ്ങൾ അനുഭവിക്കും. നമ്പർ 1 മേ വോ ഗിർത്തെ ഭക്ത് ബൻത്തെ. പിന്നീട് ബാബയുടെ നമ്പർ 1 അവർ തന്നെയാണ് വീഴുന്നത്, അവർ തന്നെ ഭക്തരായി മാറുന്നു. तो जिसने बनाया उसका ही यादगार बनाते. ആരാണോ നമ്മൾ അത്രയും ധനവാനാക്കി മാറ്റത്, പാവനമാക്കി മാറ്റുന്നത്, അവരുടെ തന്നെ സ്മാരകം ഉണ്ടാക്കും. ലക്ഷ്മി നാരായൺ വികർമാജിത്ത് ബനെ ഫിർസോ വികർമ്മി ബൻതേ ഹൈ. അപ്പോ ലക്ഷ്മി നാരായൺ വികർമാജീത്തരായിരുന്നു, അവർ തന്നെ പിന്നീട് വികർമ്മികളായി മാറും. तो उनका फर्ज है पहले जिसने ऐसा बनाया उनकी पूजा करना. അപ്പൊ വികർമാജീത്തരായിരുന്നവര് വികർമ്മികളാകുമ്പോൾ ആരാണോ അവരെ അത്രയും ശ്രേഷ്ഠരാക്കിയിരുന്നത്, വികർമാജീത്തരാക്കിയിരുന്നത്, അപ്പൊ അത്തരത്തിലുള്ളവരുടെ കർത്തവ്യം എന്താണ്?
അവരുടെ സ്മാരകം ഉണ്ടാക്കുക, അവരെ പൂജിക്കുക എന്നുള്ളതാണ്. सोमनाथ का मंदिर कितना फर्स्ट क्लास था, जिन्होंने लूटा वो तो मर गए. അപ്പൊ ബാബുപണ സോമനാഥ ക്ഷേത്രം എത്രയധികം ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ക്ഷേത്രമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അതിനെ കൊള്ളയടിക്കപ്പെട്ടു. കൊള്ളയടിച്ചാൽ മരിക്കുകയും ചെയ്തു. ബാക്കി നിശാനിയാ ലഗി ഹുയി ഹെ. अब तुम जानते हो बाप सो हम सो पूज्य बन रहे, फिर पूजारी बनेंगे, फिर मंदिर बनाना शुरू करेगा. അവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു അടയാളം മാത്രമുണ്ട്. ആ ക്ഷേത്രം ഒന്നും ഇല്ല, ഇപ്പോഴ് വീണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് പണിത ആ ക്ഷേത്രം അവിടെ ഇല്ല. അപ്പൊ ബാബു പറയണ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മൾ തന്നെ പൂജ്യരായിരുന്നു, പിന്നീട് നമ്മൾ തന്നെ പൂജാരികളായി വീണ്ടും നമ്മൾ അവരുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സിർഫ് ഏക് മന്ദിർ തോ നഹി ഹോഗാ ന. അപ്പൊ ബാബു പറഞ്ഞ ഒരു ക്ഷേത്രമായിരുന്നില്ലല്ലോ പണിതിരുന്നത്. രാജായി അപ്പനെ ഘർ മേ ഭി മന്ദിർ ബനാത്തെ, ജൈസെ ഘർ മേ ഗുരുദ്വാര ബനാത്തെ ഹെ. അപ്പൊ ബാബ പറയുന്ന ആ ഒരു കാലഘട്ടത്തില് രാജാക്കന്മാര് തന്റെ വീടിനകത്ത്, അതായത് കൊട്ടാരത്തിനകത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ഏതുപോലെ ഇന്ന് വീടുകളിൽ ഗുരുദ്വാര ഉണ്ട്, അതുപോലെ തന്നെ വീടുകളിലും പൂജാമുറികൾ ഉള്ളതുപോലെ തന്നെ അന്ന് കൊട്ടാരത്തിനകത്ത് എന്തുണ്ടാകുമായിരുന്നു? ക്ഷേത്രം ഉണ്ടാകുമായിരുന്നു. പിന്നീടാണ് ആ പ്രദേശത്തിന്റെ ക്ഷേത്രമായിട്ടത് മാറുക. पहला नंबर किसने गुरुद्वारा बनाया होगा, फिर भक्ति मार्ग शुरू हो जाता. അപ്പോ ഫസ്റ്റ് നമ്പറിൽ ആരാണ് ഉണ്ടായിരുന്നത് അവർ തന്നെയാണ് പിന്നീട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ക്ഷേത്രങ്ങൾ പണിതത്, ഗുരുദ്വാരകളൊക്കെ പണിയാൻ തുടങ്ങി, ഭക്തി ആരംഭിച്ചത്. പെഹലെ അവ്യഭിചാരി ഭക്തി കർത്തി ഫിർ വ്യഭിചാരി. ഭക്തിയും കൂടി എങ്ങനെയായിരുന്നു? ആരംഭത്തില് അവ്യഭിചാരി ഭക്തിയായിരുന്നു, പിന്നീട് അത് വ്യഭിചാര ഭക്തിയിലേക്ക് മാറി. आजकल तो मनुष्य अपनी भी पूजा कराते, उनको कहा जाता भूत पूजा. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? മനുഷ്യൻ സ്വയമിനെ തന്നെ പൂജ ചെയ്യിപ്പിക്കാൻ, അല്ലെ? പാദപൂജ ചെയ്യുന്നു, അലങ്കരിപ്പിക്കുന്നു, പാലഭിഷേകം ചെയ്യിപ്പിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പൊ ബാബ പറഞ്ഞു തരാൻ അതൊക്കെ ഭൂതപൂജയാണ്. ഭൂത പൂജ ബി ദുനിയാമേ അതാ ഹെ. അപ്പൊ ബാപ്പണി ഈ തരത്തിൽ ഭൂതപൂജ, ഭൂതപൂജ എന്ന് പറഞ്ഞാൽ 5 ഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ശരീരം, അതായത് 5 തത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇതിനെ ഭൂതപൂജ എന്ന് പറയും. അപ്പൊ ബാബ പറയുന്ന ഭൂതപൂജ ഈ ലോകത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. ജോ ആയാ സ്വചിത്ര ബനാത്തെ ജാത്തെ. ഓരോരുത്തർക്ക് എന്ത് ഭാവനയാണോ അതിനനുസരിച്ച് രൂപം ഉണ്ടാക്കും, പൂജിക്കും. ഭക്തി മാർഗേന. അപ്പൊ ബാപ്പണി ഇതാണ് ഭക്തി മാർഗം. അഭി തുമാരി ബുദ്ധി മേ സാരാ ജ്ഞാൻ ഹേ. ഇപ്പോ ബാബ പറയണ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയില് മുഴുവൻ ജ്ഞാനവും ഉണ്ട്. ബാബ് സംഗം പർ ഏക് ഹി ബാർ ആക്കർ നോളേജ് ദേത്തെ. ശാസ്ത്ര മേ തോ അനേക് അവതാർ ലിഖ് ദിയേ, അവതാർ ഏക് ഹോത്താ ഹെ. അപ്പൊ ബാബ പറയുന്നു സംഗമികത്തിൽ ഒരിക്കൽ മാത്രം വന്ന് ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നു. എന്നാൽ ശാസ്ത്രങ്ങളില് അനേക അവതാരങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ ബാബ പറയുന്നു ഒരു അവതാരം മാത്രം, അതും ബാബ അവതരിക്കുന്നത് ഒരിക്കൽ മാത്രം. അവതാർ ഏകി നിരാകാർ ബാബ്. അതും അവതാരം ആരാണ്? ഒരേ ഒരു നിരാകാരനായ ബാബ. അവതരിത്തോ ആത്മാ ഭി ഹോത്തി പരന്തു അവതാർ മനുഷ്യക്കോ നഹി കഹാ ജാത്ത. ബാബ പറയുന്ന ആത്മാക്കൾ അവതരിക്കപ്പെട്ടവരാണ്, പക്ഷെ അവതരിച്ച മനുഷ്യൻ എന്നൊരിക്കലും പറയാൻ കഴിയില്ല. അതോ മനുഷ്യരെ അവതാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാനും കഴിയുകയില്ല. അവതാർ ഏകി നിരാകാർ ബാപ്പ് ജിസ്കോ സാരി ദുനിയ ബുലാത്തി. അതുകൊണ്ട് അവതാരം ഒരേ ഒരു നിരാകാരനായിരിക്കുന്ന ബാബയാണ്. അവരെ തന്നെയാണ് മുഴുവൻ ലോകവും ഇന്നും വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഫാദർ തോ ഏകി ഹോഗാ ന ജോ പരന്താമേ രഹത്തെ തോ മദർ ഭി ചാഹിയേ. അപ്പൊ ബാബ പറയുന്ന അച്ഛൻ ഒരാൾ തന്നെ ആയിരിക്കില്ലേ? ആരാണോ പരന്താമ നിവാസി ആയിരിക്കുന്നത്, അച്ഛനാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒപ്പം ആരുണ്ടാകണം? അമ്മയും ഉണ്ടാകണം. ക്യാ മദർ ഭി പരന്താമേ രഹത്തി ഹെ? അപ്പോ അമ്മ പരന്താമ നിവാസി ആണോ? ബാബ പറയണ അല്ല. മദർ ഫാദർ കാ പ്രശ്ന യഹാ ഹോത്താ, ഫാദർ കോ യഹാ ക്രിയേറ്റ് കർനാ ഹെ. അതായത് ബാബ പറയുന്ന അമ്മ സാകാരത്തിലാണ്, അതുകൊണ്ട് അമ്മ ആ ഒരു സമയത്ത് പരന്താമ നിവാസിയല്ല.
അതുകൊണ്ട് ബാബ പറയണ ഈ അച്ഛനമ്മ എന്നുള്ള ചോദ്യം ഇവിടെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അച്ഛൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, ബാബ വന്ന് അച്ഛനായ ബാബ വന്ന് ഇവിടെ രചിക്കുകയാണ് ചെയ്യുന്നത്. इसलिए बेहद के बाबा को याद करते. അതുകൊണ്ട് പരിധിയില്ലാത്ത ബാബയെ എല്ലാവരും ഓർമ്മിക്കും. ബാബ ആकर स्वर्ग की रचना करो, उसको कहा जाता हेवनली गॉडफादर. അതായത് ബാബയോട് പറയുകയാണ്, ബാബ വന്ന് സ്വർഗത്തെ രചിക്കൂ. അതുകൊണ്ട് തന്നെയല്ലേ ബാബയെ പറയുന്നത് സ്വർഗത്തിന്റെ രചയിതാവായ ഈശ്വരൻ എന്ന്. अभी तो कितना दुख है, लड़ाई मारा मारी है, इसलिए बुलाते हैं हे गॉडफादर रहम करो. ഇവിടെ നോക്കി എത്രമാത്രം ദുഃഖമാണ്, എത്ര യുദ്ധ കോലാഹലങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഈശ്വരനെ വിളിക്കുന്നത് ഹേ ഗോഡ് ഫാദർ വരൂ എന്ന്, ദയ കാണിക്കൂ എന്ന്, പതീത പാവന വരൂ എന്ന്. കാരണം ഇവിടെ നാം എല്ലാവരും ദുഃഖിതരും പതീതരുമാണ്. ഹേ ബാബ ഫിർ ആക്കർ സ്വർഗ ശ്രേഷ്ഠാചാരി ബനാവോ. ഹേ പരമാത്മ, അങ്ങ് വന്ന് ഞങ്ങളെ വീണ്ടും സ്വർഗത്തിലേക്ക് അഥവാ ശ്രേഷ്ഠാചാരികളാക്കി മാറ്റൂ. തും സബ് ഭ്രഷ്ടാചാരി തെ അബ് ശ്രേഷ്ഠാചാരി ബൻ രഹേ ഹോ. അപ്പൊ ബാബ പറയുന്നത് ശരിയാണ്, നിങ്ങൾ എല്ലാവരും ഭ്രഷ്ടാചാരികളായിരിക്കുന്നു, ഇപ്പോൾ വീണ്ടും ശ്രേഷ്ഠാചാരികളായിക്കൊണ്ടിരിക്കുകയാണ്. ഭ്രഷ്ടാചാരിക്കോ ശ്രേഷ്ഠാചാരി ബനാന ഏക് ബാപ് കാ ഹി കാം ഹെ. അപ്പൊ ഭ്രഷ്ടാചാരികളായവരെ ശ്രേഷ്ഠാചാരികളാക്കി മാറ്റുക ഇത് ഒരു ബാബയുടെ കർത്തവ്യമാണ്. जो वर्ल्ड गॉडफादर है वो जानता है सब बच्चे इस समय निधन के बन गए. ആരാണോ വിശ്വത്തിന്റെ പരംപിതാവായിരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നു ഇപ്പോഴെന്റെ എല്ലാ മക്കളും അനാഥരായി മാറിയിരിക്കുകയാണ്, നാഥനില്ലാതായിരിക്കുകയാണ്. ഉൻകോ ധൻകാ ശ്രേഷ്ഠാചാരി ബനാന ഹെ. വീണ്ടും അവരെ സനാതരാക്കി മാറ്റണം, നാഥൻ ഉള്ളവരാക്കി മാറ്റണം, ശ്രേഷ്ഠാചാരികളാക്കി മാറ്റണം. तो 10-20 മനുഷ്യോं को तो ശ്രേഷ്ഠാചാരി नहीं बनाएंगे ना. അപ്പൊ പരമാത്മാ വന്ന് ഒരു 10-20 മനുഷ്യരെ മാത്രം ശ്രേഷ്ഠാചാരികളാക്കുന്നതല്ല. ഭാരത് ശ്രേഷ്ഠാചാരി താ തോ ഡിടി ഗവൺമെന്റ് തി. ബാബ പറയണ ഈ ഭാരതം ശ്രേഷ്ഠാചാരികളുടെ ആയിരുന്നു. ആ സമയത്ത് ദൈവീ സർക്കാരാണ് ഉണ്ടായിരുന്നത്, ദൈവീ രാജ്യമായിരുന്നു. ഇപ്പോഴാണെങ്കിലോ രാവണ രാജ്യമാണ്. 5 വികാരങ്ങളുടെ പ്രവേശതയാണ് എല്ലാവരിലും ഉള്ളത്. ഇപ്പൊ ഭഗവാൻ പറയാണ്, ഭഗവാന്റെ വാക്യമാണ്, ഒരേ ഒരു നിരാകാരനെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഏ ഗീതാ കോ ഖണ്ഡൻ കർണേ സെ സബ് ശാസ്ത്ര ഖണ്ഡൻ ഹോ ജാതാ. ഗീതയിൽ ഇത് ഖണ്ഡിക്കപ്പെട്ടത് കൊണ്ടാണ് എല്ലാ ശാസ്ത്രങ്ങളും ഖണ്ഡിക്കപ്പെട്ടത്. तो बाबा कहते मैं तुमको जब राजयोग सिखाया था तो भारत स्वर्ग बन गया था, गीता मैंने सुनाई थी. ഇപ്പോൾ ബാബ പറയണ എപ്പോഴാണോ ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഭാരതം സ്വർഗമായി മാറിയിരുന്നു. ഗീത ഞാൻ തന്നെയാണ് കേൾപ്പിച്ചിരുന്നതും. കൃഷ്ണക്കോ സാരി ദുനിയ ഭഗവാൻ കേ നാ സക്കേ. അതായത് ശ്രീകൃഷ്ണന് ഒരിക്കലും മുഴുവൻ ലോകത്തിലുള്ളവരും ഭഗവാൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഹം ആത്മാओं का बाप तो निराकार भगवान है. നമ്മൾ ആത്മാക്കളുടെ അച്ഛനാണ് നിരാകാരനായ ഭഗവാൻ. ബാക്കി कैसे कहा गीता का भगवान श्री कृष्ण है. അപ്പൊ ബാബ പറയണ നിങ്ങൾ എങ്ങനെയാണ് അവിടെ പറഞ്ഞത് ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന്. കേത്തെ വ്യാസനെ ലിഖാ ഹെ. അപ്പോൾ എന്താണ് ഉത്തരം പറയാ, വ്യാസനാണ് എഴുതിയത്. परंतु बाबा कहते नए विश्व का रचयिता ज्ञान का सागर पतित पावन मैं हूँ. പക്ഷേ ബാബ പറയുന്നു പുതിയ വിശ്വത്തിന്റെ രചയിതാവ് ജ്ഞാനസാഗരൻ പതീത പാവനൻ ഞാൻ തന്നെയാണ്. मुझे ही सभी आत्माएं पुकारते हैं पतित पावन परमात्मा आओ, आकर मुझे पावन बनाओ. അപ്പൊ ബാബ പറയുന്നു എല്ലാവരും, അതായത് എല്ലാ ആത്മാക്കളും എന്നെ തന്നെയാണ് വിളിക്കുന്നത്. ഹേ പതീത പാവന പരമാത്മാ വരൂ എന്ന്, വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന്. നിരാകാർ ബാക്കി ബ്രഹ്മ ദ്വാര പാവൻ ദുനിയാ കാ സ്ഥാപന പതി ദുനിയാ കാ വിനാശ് കരാത്തെ ഹെ. അപ്പൊ നിരാകാരനായിരിക്കുന്ന ബാബ ഈ സമയത്ത് ബ്രഹ്മാവിൽ കൂടി പാവന ലോകത്തിന്റെ സ്ഥാപനയും പഴയ ലോകത്തിന്റെ പതീത ലോകത്തിന്റെ വിനാശവും ചെയ്യിപ്പിക്കും. फिर जो पवित्र बनते वही राज्य भागी करते.
പിന്നീട് ആരാണോ പവിത്രമായിരിക്കുന്നത് അവർ രാജ്യഭാഗ്യം നേടും, അവരാണ് രാജ്യം ഭരിക്കുക. തും ഹോ ശിവശക്തി സേന ജഗദംബ നിമിത്ത ബനി ഹുയി ഹെ. അപ്പൊ ബാബ പറയണ നിങ്ങളാണ് ശിവശക്തി സേന, അതായത് ജഗദംബ ഇവിടെ നിമിത്തമായിരിക്കാണ്. वो भी शिव बाबा से योग लगाए शक्ति ले रही है रावण पर विजय पाने. അപ്പൊ ബാബിന് ഈ സമയത്ത് ജഗദംബയും കൂടി ശിവബാബയോട് ബുദ്ധിയോഗം വെച്ച് ശക്തി നേടുകയാണ്. എന്തിനു വേണ്ടി? ഈ രാവണന്റെ മേൽ വിജയം നേടാൻ. ഭാരത് മേ ഹി രാവൺ രാജ്യ ഹെ, ഭാരത് മേ ഹി രാവൺ കോ ജലാത്തി ഹെ. അപ്പൊ ഭാരതത്തിൽ തന്നെയാണ് രാവണ രാജ്യമുള്ളതും ഭാരതത്തിൽ തന്നെയാണ് രാവണന്റെ കോലം കത്തിക്കുന്നതും. ഭാരത് ശ്രേഷ്ഠാചാരി താ, യഹാ കലിയുഗ് മേ ഭാരത് ഭ്രഷ്ടാചാരി ഹെ. ഭാരതം ശ്രേഷ്ഠാചാരികളുടേതായിരുന്നു, ഇവിടെ ഭ്രഷ്ടാചാരി, അതായത് ഈ കലിയുഗത്തില് ഭാരതം പൂർണ്ണമായും ഭ്രഷ്ടാചാരികളുടേതായി. അതുകൊണ്ട് ബാബ പറഞ്ഞ ഇതൊരു കളിയാണ്. ഭ്രഷ്ടാചാരിയിൽ നിന്നും ശ്രേഷ്ഠാചാരികളാവുകയും ശ്രേഷ്ഠാചാരികൾ പിന്നീട് വീണ്ടും എന്താകും? ഭ്രഷ്ടാചാരികളായി മാറും. അതുകൊണ്ട് ബാബ പറഞ്ഞ ഈ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്, ഇതൊക്കെ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. तुम बच्चे जानते हो हम सब कुछ करते हुए भारत को स्वर्ग बना रहे हैं बाबा की श्रीमत पर. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുകയാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചെയ്തുകൊണ്ട് തന്നെ ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ബാബയുടെ ശ്രീമതത്തിലൂടെ. तुम हो रूहानी वॉरियर्स योग बल वाले, സർവശക്തിവാൻ ബാപ് കി മത് പർ അപ്നി രാജധാനി സ്ഥാപൻ കർ രഹേ ഹോ. നിങ്ങളാകുന്നു ആത്മീയ യോദ്ധാക്കൾ, അതും യോഗബലമുള്ളവർ. സർവശക്തിവാനായിരിക്കുന്ന ബാബയുടെ മതത്തിൽ തന്റെ രാജധാനിയാണ് ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ബാപ് മത് ദേത്തെ കി योग बल से तुम विजय पा सकते हो. അപ്പൊ ബാബ ഈ സമയത്ത് മതം നൽകാണ്, അതായത് യോഗബലത്തിൽ കൂടിയാണ് നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയുക. യോഗമേ രഹന യബി കമായി. അപ്പൊ ബാബ പറയണ യോഗത്തിൽ ഇരിക്കുന്നതും അതും ഒരു സമ്പാദ്യം തന്നെ. യജ്ഞ സർവീസ് കർണ യബി കമായി. യജ്ഞ സേവനം ചെയ്യുക, സർവീസ് ചെയ്യുക, അതും സമ്പാദ്യം തന്നെ. और सब चल रहे के मनुष्यों की मत पर तुम हो सर्वशक्तिवान बाप की मत पर. ഇന്ന് ലോകം മൊത്തം മനുഷ്യമതത്തിലൂടെയാണ് നടക്കുന്നത്. എന്നാൽ നിങ്ങൾ കുട്ടികൾ സർവശക്തനായ ബാബയുടെ മതപ്രകാരമാണ് നടക്കുന്നത്. കൂടാതെ മുഴുവൻ വിശ്വത്തിന് മേൽ നിങ്ങൾ വിജയം നേടുന്നവരും ആകുന്നു. ഡ്രാമ ഉൻകാ പാർട്ടി നഹി ഹെ വേൾഡ് पर राज्य करने के. അപ്പൊ ബാബ പറയുന്ന മറ്റു ധർമ്മത്തിലുള്ളവർക്ക് മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിക്കാനുള്ള പാർട്ടില്ല. कितने बड़े थे बड़े और साधारण बातें हैं. ബാബ പറഞ്ഞ ഇത് എത്ര വലിയൊരു സത്യമാണ്, എന്നാൽ എത്ര സാധാരണമായ ഒരു കാര്യമാണ്. പ്രദർശനി സേ അഭി തക് ഇതനാ സമझाते, प्रदर्शनी से अभी तक इतना समझते नहीं है तो भी प्रजा निकलती रहती है. അപ്പൊ ബാബ പറഞ്ഞ ഇത്തരം നിങ്ങൾ എക്സിബിഷൻ ഒക്കെ ഇടുമ്പോഴും ഇത്രയധികം ജ്ഞാനം ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒരു പിക്ചർ ഒരു 10 മിനിറ്റ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും അതിലും ബാബ പറഞ്ഞ പ്രജകൾ തയ്യാറായിക്കൊണ്ടേയിരിക്കും. ഇതില് നമ്മൾ പുറമെ സർവീസ് ചെയ്യല്ലോ, ബാബയുടെ സന്ദേശം കൊടുക്കുക, നോട്ടീസ് കൊടുക്കുക, അതോ ചിത്ര പ്രദർശനിയിൽ പറഞ്ഞു കൊടുക്കുക. ബാബപ്പൻ അതിൽ കേട്ട് വരുന്നവരുണ്ട്. അപ്പൊ ബാബപ്പൻ അവർക്ക് ഇത്ര ആഴമേറിയിട്ട് ബാബയുടെ ജ്ഞാനം എത്തിപ്പെടുന്നില്ല എങ്കിലും അവര് പ്രജകളിലേക്കെങ്കിലും വരും. അച്ഛാ, मीठे मीठे सिकिलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ഇന്ന് ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ് ആണ്. 1, हर कर्म श्रीमत पर करना है. याद में रहकर यज्ञ सेवा कर अपनी कमाई जमा करनी है.
ഓരോ കർമ്മവും ശ്രീമതം അനുസരിച്ച് ചെയ്യണം. ഓരോ കർമ്മവും ശ്രീമതം അനുസരിച്ച് ചെയ്യണം. ഓർമ്മയിലിരുന്ന് യജ്ഞസേവ ചെയ്ത് തന്റെ സമ്പാദ്യം സ്വരൂപിക്കണം. ഓർമ്മയിലിരുന്ന് യജ്ഞസേവനം ചെയ്ത് തന്റെ സമ്പാദ്യം ശേഖരിക്കണം. 2 भटकना छोड़ भविष्य नई दुनिया के लिए पढ़ाई पढ़नी है. അലച്ചിലുകൾ ഉപേക്ഷിച്ച് ഭാവി പുതിയ ലോകത്തേക്ക് വേണ്ടി പഠിക്കണം. ഭാവിയിൽ പുതിയ ലോകത്തേക്ക് വേണ്ടി പഠിക്കണം. ज्ञान को धारण कर ज्ञान को धारण कर ज्ञान ज्ञानेश्वरी बनना है. ജ്ഞാനം ധാരണ ചെയ്ത് ജ്ഞാനേശ്വരനും ജ്ഞാനേശ്വരിയും ആകണം. ജ്ഞാനേശ്വരനും ജ്ഞാനേശ്വരിയും ആകണം. वरदान. अमृत वेले अपने मस्तक पर विजय का तिलक लगाने वाले स्वराज अधिकारी सो विश्वराज अधिकारी भव. अमृत वेളയിൽ തന്റെ മസ്തകത്തിൽ വിജയത്തിന്റെ തിലകം ചാർത്തുന്ന സ്വരാജ്യ അധികാരിയിൽ നിന്നും വിശ്വരാജ്യ അധികാരിയായി ഭവിക്കൂ. സ്വരാജ്യ അധികാരിയിൽ നിന്നും വിശ്വരാജ്യ അധികാരിയായി ഭവിക്കൂ. विशदीकरण. रोज अमृत वेले अपने मस्तक पर विजय का तिलक करता स्मृति का तिलक लगाओ. नित्यവും അമൃത് വേളയിൽ തന്റെ മസ്തകത്തിൽ വിജയത്തിന്റെ തിലകവും അതായത് സ്മൃതിയുടെ തിലകം ചാർത്തുക. നിത്യവും അമൃത് വേളയിൽ തന്റെ മസ്തകത്തിൽ വിജയത്തിന്റെ തിലകം അർത്ഥമാണ് സ്മൃതിയുടെ തിലകം ചാർത്തുക. ഭക്തി की निशानी तिलक है और सुहाग की निशानी भी तिलक है. ഭക്തിയുടെ അടയാളവും തിലകമാണ്. സുമംഗലിയുടെ അടയാളവും തിലകമാണ്. സുമംഗല്യത്തിന്റെ സുമംഗലിയുടെ അടയാളവുമാണ് തിലകം. राज्य प्राप्त करने की निशानी भी राज्य तिलक है. രാജ്യാധികാരം നേടിയതിന്റെ അടയാളവും രാജ്യ തിലകമാണ്. कभी कोई शुभ कार्य में सफलता प्राप्त करने जाते तो जाने के पहले तिलक देते हैं. അതുപോലെ ഏതെങ്കിലും ശുഭമായ കാര്യത്തിൽ സഫലത നേടുന്നതിന് വേണ്ടി പോകുന്നതിന് മുൻപ് തിലകം അണിയിക്കും. आप सबको भी बाबा के साथ का सुहाग है, इसलिए अविनाशी तिलक है. നിങ്ങൾ സർവർക്കും
ബാബ കൂടെ ഉണ്ട് എന്നതിൻ്റെ സിന്ദൂരമുണ്ട്, സുമംഗല്യമുണ്ട്. അത് അവിനാശി തിലകമാണ്. അത് അവിനാശി തിലകമാണ്. तो अभी स्वराज्य के तिलकदारी बनो तो भविष्य में विश्व के राज्य का तिलक मिल जाएगा. അപ്പോൾ ഈ സമയത്ത് സ്വരാജ്യത്തിന്റെ തിലകധാരി ആകുമ്പോൾ ഭാവിയിൽ വിശ്വരാജ്യാധികാരത്തിന്റെ തിലകം പ്രാപിക്കും. ഇപ്പോൾ സ്വരാജ്യത്തിന്റെ തിലകധാരിയാകുമ്പോൾ ഭാവിയിൽ വിശ്വരാജ്യത്തിന്റെ തിലകം നേടും. അതുകൊണ്ട് വിജയത്തിന്റെ തിലകം നിത്യവും അമൃത് വേളയിൽ തൊടണം. स्लोगन, ज्ञान गुण और शक्तियों का दान करना ही महादान है. ജ്ഞാനം ഗുണവും പിന്നീട് ശക്തികളുടെ ദാനം ചെയ്യുന്നത് തന്നെയാണ് മഹാദാനം. ജ്ഞാനം ഗുണം ശക്തികളുടെ ദാനം ചെയ്യുന്നതാണ് മഹാദാനം. അല്ലെ, മഹാദാനം ഏതാണെന്ന് ബാബ പറയിക്കാൻ. അച്ഛാ, ഓം ശാന്തി. ഇന്നത്തെ മഹാവാക്യത്തിൽ ബാബ സംഗമയുഗത്തിലെ ആദി രചനകളാണ് ബ്രാഹ്മണർ. അതിൽ ആദി പുരുഷൻ ബ്രഹ്മാവും ആദി ദേവി ജഗദംബയുമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സൗഭാഗ്യം, ബ്രാഹ്മണ മക്കളുടെ സൗഭാഗ്യം എന്താണ്? 3 in 1 ആണ്. അച്ഛനായും ടീച്ചറായും സദ്ഗുരുവുമായി വന്നിരിക്കാൻ. അപ്പൊ അതിലൂടെ തന്നെ നമ്മുടെ ബുദ്ധിയുടെ അലച്ചല് ഇപ്പോൾ ഇല്ലാതായിരിക്കാൻ. കാരണം സർവപ്രാപ്തികളും ഒന്നിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. പിന്നീട് ബാബ പറഞ്ഞിരിക്കുന്ന എന്താണ്? സത്യമായ സമ്പാദ്യത്തിൽ നമ്മൾ ഇപ്പോൾ മുഴുകിയിരിക്കണം. അതുപോലെ തന്നെ പുതിയ ലോകത്തിലേക്ക് രാജ്യം ഭരിക്കാൻ നമ്മൾ യോഗ്യരാകണമെങ്കിൽ സർവശക്തനായ ബാബയിൽ നിന്ന് സർവശക്തികളെയും നേടിയവരാകണം. അതുകൊണ്ട് ബാബ ഓർമ്മപ്പെടുത്തി, നമ്മളൊക്കെ ആരാണ്? റുഹാനി വാരിയേഴ്സ് ആണ്, ആത്മീയ യോദ്ധാക്കളാണ് നമ്മൾ. അതുപോലെ തന്നെ ഓരോ ചുവടിലും മക്കളുടെ സമ്പാദ്യം ഉണ്ടാകണം. അതിനുവേണ്ടി ബാബ പറഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളുടെ ഓരോ കാൽവെപ്പും അത് ശ്രീമത പ്രകാരമായിരിക്കണം. അതുകൊണ്ട് ബാബ ഓർമ്മപ്പെടുത്തി, ലോകം മുഴുവൻ മനുഷ്യമതത്തിലാണ് നടക്കുന്നത്, പക്ഷെ നിങ്ങൾ കുട്ടികള് സ്വയം പരമാത്മാവിന്റെ ശ്രേഷ്ഠ മതം അനുസരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതിന്റെ ആധാരത്തില്? ബാബയുടെ ശ്രീമതത്തിന്റെ ആധാരത്തിൽ. അതുകൊണ്ട് ഇന്നത്തെ ബാബയുടെ മഹാവാക്യത്തില് ബാബ വളരെ വ്യക്തമാക്കി പാരലൗകികച്ഛനും അതുപോലെ തന്നെ ലൗകികച്ഛനും തമ്മിലുള്ള അന്തരം. അതുപോലെ ലൗകിക പഠിപ്പും പിന്നീട് പാരലൗകിക അഥവാ അലൗകിക പഠിപ്പിലുള്ള അന്തരം, പ്രാപ്തികൾ എന്തെല്ലാം. അച്ഛാ, ഇന്നലത്തെ മുരളി ക്വിസിന്റെ റിസൾട്ട് നോക്കാം അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ അതിനെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ അവ്യക്ത മുരളിയുടെ അധ്യയനം ചെയ്തു എന്നാണ് വിചാരിച്ചത്. കുറച്ചുപേരെ എഴുതിയെങ്കിലും മുരളി പഠിച്ചിട്ടെങ്കിലും ഉണ്ടാകും അല്ലെ? ബാബയുടെ ഇന്നലത്തെ അവ്യക്ത മുരളിയുടെ പോയിന്റ്സുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ബുദ്ധിയിൽ വന്നിട്ടുണ്ടാകും. റിസൾട്ട് ആണ്. 100 മാർക്കിന്റെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാലും ഫസ്റ്റ് പ്ലേസ് നേടിയത് 97 മാർക്ക് ശ്രീലേഖ സിസ്റ്റർ ചാലാട്. നല്ലോണം കൈയടിക്കും. രണ്ടാമത്തെ പ്ലേസ് നേടിയത് 93 മാർക്ക് ലളിത സിസ്റ്റർ ചാലക്കുടി. തേർഡ് പ്ലേസ് നേടിയത് 83 മാർക്കാണ് ശിവരാമൻ ബായ് ചാലക്കുടി, ജയൻ ബായ് ചാലാട്, ഗീത ടീച്ചർ വടകര, ശൈലജ സിസ്റ്റർ ചൊവ്വ,
അനിത സിസ്റ്റർ ചൊവ്വ. എല്ലാവർക്കും വലിയൊരു കയ്യടി. ഓം ശാന്തി. आरज़ू है आप पर अपने को अब अर्पण करें. आरज़ू है आप पर अपने को अब अर्पण करें. आपके कदमों पे चलकर नाम हम रोशन करें. आरज़ू है आप पर सांस और संकल्प से बस आपके गुणगान हो. स्वप्न में भी तन का कोई भान ना अभिमान हो, भान ना अभिमान हो. लोकहित का ध्यान हो, कल्याण में चिंतन करें. आपके कदमों पे चलकर नाम हम रोशन करें. आरज़ू है आप पर हम करें निष्काम सेवा, आपके होकर रहें. मन वचन और कर्म अपने सेवा में तत्पर रहें. सेवा में तत्पर रहें. दिल के दर्पण से सभी नित आपका दर्शन करें. आपके कदमों पे चलकर नाम हम रोशन करें. आरज़ू